ഇപ്പോൾ നാം ശ്രവിക്കുവാൻ വേണ്ടി പോകുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. എന്നു വരും, എപ്പോൾ വരും, ഭൂമിയിലാകൃത്യം പെരുകിടുന്നേ. എന്നു വരും, എപ്പോൾ വരും, ലോകത്തിൻ വ്യാധികൾ പെരുകിടുന്നേ. ഇന്നു വരും, ഇപ്പോൾ വരും, ഭൂമിയിലാകൃത്യം പെരുകിടുന്നേ. ഇന്നു വരും, ഇപ്പോൾ വരും, ലോകത്തിൽ വ്യാധികൾ പെരുകിടുന്നേ. പ്രാണനാഥ അങ്ങെന്നു വന്നിടും, കാത്തു കാത്തു നോക്കി ഞാൻ പാർത്തിടുന്നു. പ്രാണനാഥ അങ്ങെന്നു വന്നിടും, കാത്തു കാത്തു നോക്കി ഞാൻ പാർത്തിടുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ 25 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായം അതിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളും അല്പമായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ 17-ാം വാക്യം വായിച്ച് ദൈവം തരുന്ന ആലോചനയ്ക്കൊത്തവണ്ണം ചിന്തിക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ 17-ാം വാക്യം ഞാനൊന്ന് വായിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവനെ വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ പെർഗമോസ് സഭയെക്കുറിച്ച് നാം അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് വായിച്ച ഈ വേദഭാഗം പെർഗമോസ് സഭയ്ക്ക് ദൈവാത്മാവ് അവസാനമായി നൽകപ്പെട്ട ഒരു ദൂതാണ്. ഇതിനു മുമ്പ് അവരുടെ നല്ല ഗുണങ്ങൾ എടുത്തു പറഞ്ഞ് അവരെ പ്രശംസിക്കുകയും അതുപോലെ തന്നെ അവരുടെ തെറ്റിൻ്റെ ഗൗരവം അത് ചൂണ്ടിക്കാണിക്കുകയും തുടർന്ന് അവർ മാനസാന്തരപ്പെടണമെന്നുള്ള ഒരു നിർദ്ദേശം അവർക്ക് നൽകുകയും ചെയ്തു. ആ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം വായിച്ച വേദഭാഗം ജയാളികൾക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആരാണ് ജയിക്കുന്നവൻ? ആ പെർഗമോസ് സഭയുടെ ആ ദൂതിൽ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ആ കാര്യങ്ങൾ പഥ്യോപദേശത്തെ മുറുകെ പിടിക്കുന്നവരും വ്യാജോപദേശങ്ങൾക്ക് ചെവി കൊടുക്കാത്തവരും ദുരുപദേഷ്ടാക്കന്മാരോട് ശക്തമായി എതിർത്ത് നിൽക്കുന്നവരുമായ വിശുദ്ധന്മാരെയാണ് ജയിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. എക്കാലത്തുമുള്ള ദൈവസഭകൾ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഇന്നും ഉപദേശത്തിന് ദൈവസഭകളിൽ അയവ് വന്നിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല. സത്യ ഉപദേശങ്ങൾക്ക് നാം വളരെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. ഇവിടെ
പെർഗമോ സഭയിലെ ജയാളികൾക്ക് 2 പ്രതിഫലങ്ങൾ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, മറഞ്ഞിരിക്കുന്ന മന്ന. 2, ആ വെള്ളക്കല്ലും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര്. ഇവിടെ ഒന്നാമതായിട്ട് മറഞ്ഞിരിക്കുന്ന മന്നയെക്കുറിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ 40 വർഷം ദൈവം നൽകിയ സ്വർഗീയ ഭക്ഷണമാണ് മന്ന. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, 31-ാം വാക്യം, 32-ാം വാക്യം. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലും 49 മുതൽ 51 വരെ ഉള്ള വാക്യങ്ങളിലും സുവിശേഷങ്ങളിൽ നമുക്കത് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ ആ കാര്യം അത് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ കൂടി ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന, അഥവാ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹത്തെയാണ് മറഞ്ഞിരിക്കുന്ന മന്ന സൂചിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്നതായ ആത്മീയ അനുഗ്രഹത്തെയാണ് ഇവിടെ മറഞ്ഞിരിക്കുന്ന മന്ന എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ ഭാവിയിൽ ലഭിക്കുന്ന ഒരു പ്രതിഫലമായിട്ട് ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. കാരണം ഭാവിയിൽ ക്രിസ്തു മറഞ്ഞിരിക്കുന്നില്ലല്ലോ. അതാണ് നമുക്ക് ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് നാം അവിടെ വായിക്കുന്നത് വെള്ളക്കല്ല്. അത് സൂചിപ്പിക്കുന്നത് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർക്ക് നൽകുന്ന പുതിയ വ്യക്തിത്വത്തെയാണ് വെള്ളക്കല്ല് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നവർക്ക് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവദാസന്മാർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ വിശ്വസ്തത പാലിക്കുന്നവർക്ക് ലഭിക്കുന്നതായ പ്രതിഫലമാണ് വെള്ളക്കല്ല് എന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് നാം വായിക്കുന്നത് പുതിയ പേര്. അവർക്ക് ലഭിക്കുന്ന മഹത്വത്തിൻ്റെ പദവിയാണ് ഈ പുതിയ പേര് കാണിക്കുന്നത്. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തിക്ക് അതിനേക്കാൾ ഉന്നത സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിച്ചാൽ പിന്നെ ആ വ്യക്തി അറിയപ്പെടുന്നത് ആ സ്ഥാനത്തിന് അനുയോജ്യമായ പേരിലായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഭരണതലത്തിലായാലും
വലിയ വലിയ കമ്പനികളിലായാലും അവരുടെ സ്ഥാനത്തിന് ഒത്തവണ്ണമുള്ള ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അൽഫോർഡ് എന്ന ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്, പുതിയ പേര് ദൈവിക അംഗീകാരത്തെയും മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നൽകപ്പെട്ട സ്ഥാനത്തെയുമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വിശ്വസ്തരായിരിക്കുന്ന ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ഇവിടെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്, നാം ജയിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നാം പഥ്യോപദേശത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതിനെതിരായിട്ട് വരുന്ന സകല വ്യാജോപദേശങ്ങളെയും നീക്കിക്കളയുകയും ചെയ്യുന്നവരായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ അതിനും ദൈവം പ്രതിഫലം വെച്ചിട്ടുണ്ട്. അതാണ് ഈ പെർഗമോസ് സഭയെക്കുറിച്ച് അവസാനത്തെ ദൂതായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. നമ്മെക്കുറിച്ചും ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ഇതുതന്നെയാണ്. അപ്പോൾ ആ നിലയിൽ വരും ദിവസങ്ങളിൽ വിശ്വസ്തരായി നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവം നമ്മയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.